ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ചു നോക്കിയാലോ. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം. അവർ അറിഞ്ഞില്ല തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. ദേവപുത്രനെ ദേവദൂഷകനായോ മിശിഹ രാജാവിനെ രാജദ്രോഹിയായി വിധിക്കുന്നതിലെ വൈരുദ്ധ്യം അവർ ഗ്രഹിച്ചില്ല. തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് അവർ ചെയ്തു. അത് ഏറ്റവും വലിയ പാപമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. മിക്കവാറും എല്ലാ പാപങ്ങളുടെയും കാര്യത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ചെയ്യുന്ന തെറ്റിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല നാം പ്രവർത്തിക്കുന്നത്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതിലൂടെ ലഭിക്കാവുന്ന ലാഭം മാത്രമായിരിക്കും ചിന്താവിഷയം. ദൈവഹിതത്തിന് വിരുദ്ധമായോ അയൽക്കാരനെതിരായോ പ്രവർത്തിക്കുന്നതിന് അത്ര പ്രാധാന്യം കൽപ്പിച്ചെന്ന് വരില്ല. യേശുവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയും പ്രചോദനവും ആകണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനും ക്ഷമയ്ക്കായി പിതാവിനോട് അപേക്ഷിക്കാനും ഇത് പ്രേരകമാകണം. പിതാവ് പ്രാർത്ഥന കേൾക്കും, അതേസമയം നാമും ക്ഷമിക്കാൻ തയ്യാറാകണം എന്നത് മറക്കാതിരിക്കാം. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.